നമുക്ക് 6ാം ക്ലാസ്സിന്റെ മോഡൽ ചോദ്യങ്ങൾ നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതാനുള്ള 10 ചോദ്യങ്ങളാണ് ആദ്യത്തെ വിഭാഗത്തിലുള്ളത്. ഒന്നാമത്തെ ചോദ്യം, മൊളോക്കോ ദ്വീപിലെ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ജീവൻ ത്യാഗമായി സമർപ്പിച്ച മഹത് വ്യക്തി ആര്? ഓപ്ഷൻസ്: മദർ തെരേസ, ഗിവർഗീസ് മറോസ്താത്തിയോസ്, ഫാദർ ഡാമിയൻ. ഉത്തരം ഫാദർ ഡാമിയൻ. രണ്ടാമത്തെ ചോദ്യം, യേശുവിനെ ആദ്യം വിസ്തരിച്ച ഭരണാധികാരി ആര്? ഹന്നാസ്, പീലാത്തോസ്, ഹെരോദാവ്. ഹന്നാസ് ആണ് യേശുവിനെ ആദ്യം വിസ്തരിച്ചത്. മൂന്നാമത്തെ ചോദ്യം, 6 ചിറകുള്ള മാലാഖമാർ ആര്? സ്രോപ്പേന്മാർ, ക്രൂബേന്മാർ, ശുൽത്തോനേന്മാർ. ഇതിൽ സ്രോപ്പേന്മാരാണ് ഇതിന്റെ ശരിയായ ഉത്തരം. നാലാമത്തെ ചോദ്യം, മെരീബ എന്ന പദത്തിന്റെ അർത്ഥം? വെള്ളം, മരുഭൂമി, കലഹം. മെരീബ എന്ന് പറഞ്ഞാൽ കലഹം എന്നാണ് അതിന്റെ അർത്ഥം. അഞ്ചാമത്തെ ചോദ്യം, മാർത്തോമാശ്ലീഹ സ്ഥാപിച്ച ദേവാലയങ്ങളിൽ എക്യുമെനിക്കൽ ദേവാലയമായി സ്ഥിതി ചെയ്യുന്നത് ഏത്? നിരണം, പറവൂർ, നിലയ്ക്കൽ, തിരുവിതാംകോട്. ഉത്തരം നിലയ്ക്കലാണ്. നിലയ്ക്കൽ ദേവാലയമാണ് എക്യുമെനിക്കൽ ദേവാലയമായി സ്ഥിതി ചെയ്യുന്നത്. ആറാമത്തെ ചോദ്യം, പഴയ നിയമത്തിലെ സുവിശേഷം എന്നറിയപ്പെടുന്നത് ഏത്? പുറപ്പാട്, സങ്കീർത്തനങ്ങൾ, യെശയ്യാവ്. യെശയ്യാവാണ് അതിന്റെ ശരിയായ ഉത്തരം. ഏഴാമത്തെ ചോദ്യം, ദാവീദ് രാജാവിന് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തിയ പ്രവാചകൻ ആര്? ശമൂവേൽ, നാഥാൻ, യെശയ്യാവ്. നാഥാൻ പ്രവാചകനാണ് ദാവീദ് രാജാവിന്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തിയത്. ഇനി എട്ടാമത്തെ ചോദ്യം, കർത്താവ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഏത് പെരുന്നാളിലാണ്? കൂടാര പെരുന്നാൾ, പെസഹ പെരുന്നാൾ, പെന്തിക്കോസ്തി പെരുന്നാൾ. പെസഹ പെരുന്നാളാണ് അതിന്റെ ഉത്തരം. ഒൻപതാമത്തെ ചോദ്യം, ദൈവം നൽകുന്ന സംരക്ഷണത്തെക്കുറിച്ച് വിശ്വാസിക്ക് ബോധ്യം നൽകുന്ന സങ്കീർത്തനം ഏത്? 121 സങ്കീർത്തനം, 51 സങ്കീർത്തനം, 91 സങ്കീർത്തനം. ഉത്തരം 91 സങ്കീർത്തനം. പത്താമത്തെ ചോദ്യം, ഭാരതത്തിലെ ക്രിസ്ത്യാനികളുടെ തറവാട് എന്ന് വിളിക്കാവുന്ന ദേവാലയം ഏത്? കോതമംഗലം, നിലയ്ക്കൽ, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരാണ് അതിന്റെ ഉത്തരം. ഇനി പൂരിപ്പിക്കാനുള്ള ചോദ്യങ്ങൾ 5 ചോദ്യങ്ങളാണ് പൂരിപ്പിക്കാനുള്ളത്. 11ാമത്തെ ചോദ്യം, ഈ കുർബാന അനുഗ്രഹങ്ങളും ഡാഷ് സ്തോത്രവുമാകുന്നു. എങ്ങനെയാണ് നമ്മൾ പറയുക? ഈ കുർബാന അനുഗ്രഹങ്ങളും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു എന്നല്ലേ. അപ്പൊ സമാധാനവും ബലിയും എന്നതാണ് ഡാഷിന്റെ അവിടെ വരേണ്ടത്. ഇനിയും 12ാമത്തെ ചോദ്യം, ഏത് കൊടുമുടിയിൽ നിന്നാണ് മോശ കനാൻ നാട് കൺകുളിർക്ക് കണ്ടത്? പിസ്ക കൊടുമുടിയിൽ നിന്നാണ് മോശ കനാൻ നാട് കൺകുളിർക്കെ കണ്ടത്. 13ാമത്തെ ചോദ്യം, യേശു മരിച്ചുവെന്ന് ഡാഷ് മുഖാന്തരം പീലാത്തോസ് ഉറപ്പുവരുത്തി? യേശു മരിച്ചുവെന്ന് ശതാധിപൻ മുഖാന്തരമാണ് പീലാത്തോസ് ഉറപ്പുവരുത്തിയത്. 14ാമത്തെ ചോദ്യം, മഹാപുരോഹിതനെ കൂടാതെ സന്നദ്ധരീം സംഘത്തിൽ ഡാഷ് അംഗങ്ങൾ ഉണ്ടായിരുന്നു? 72 അതിന്റെ ഉത്തരം. ഇനി 15ാമത്തെ ചോദ്യം, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ നിലനിൽക്കുന്നു, ഇവയിൽ വലുതോ ഡാഷ് തന്നെ? ഇവയിൽ വലുതോ സ്നേഹം തന്നെ എന്നതാണ് അവിടെ വരേണ്ടത്. അപ്പൊ സ്നേഹമാണ് അതിന്റെ ഉത്തരം. ഇനി ശരിയോ തെറ്റോ എന്ന് എഴുതാനുള്ള ചോദ്യങ്ങൾ 5 ചോദ്യങ്ങൾ. 16ാമത്തെ ചോദ്യം, വിശുദ്ധ കുർബാനയ്ക്ക് നൽകിയിരിക്കുന്ന വിശേഷണമാണ് അമർത്യതയുടെ ഔഷധം എന്നുള്ളത്. ശരിയാണല്ലേ. 17, ഉത്ഥിതനായ കർത്താവ് 30ാം ദിവസം സ്വർഗാരോഹണം ചെയ്തു. ഇത് തെറ്റാണല്ലേ. 40ാം ദിവസമാണ് കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. 18, 51 സങ്കീർത്തനം അനുതാപത്തിന്റെ സങ്കീർത്തനമായിട്ട് അറിയപ്പെടുന്നു. അത് ശരിയാണ്. ഇനി 19, ദൈവസുതന്മാരായിടുവാൻ എന്ന് തുടങ്ങുന്ന ഗീതമാണ് വിശുദ്ധ കുർബാനയിൽ കുക്കിലിയോന് മുൻപായി ചൊല്ലുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. 20ാമത്തെ ചോദ്യം, തിന്മയിൽ നിന്നും നന്മയിലേക്കുള്ള രൂപാന്തരപ്പെടലിനെ ദൈവീകരണം എന്ന് പറയുന്നു. അതും ശരിയാണ്. ഇനി ചേരുംപടി ചേർക്കുവാനുള്ള 5 ചോദ്യങ്ങൾ. 21, വിശുദ്ധ കുർബാന. വിശുദ്ധ കുർബാനയ്ക്ക് അതിന്റെ ബി സൈഡ് നോക്കുമ്പോൾ ഏതാണ് കറക്റ്റായിട്ട് വരിക? കൂദാശകളുടെ കൂദാശയാണ് വിശുദ്ധ കുർബാന അല്ലേ. കൂദാശകളുടെ കൂദാശയാണ് അതിന്റെ ആൻസർ. 22, ദുഃഖ ശനിയാഴ്ച. ദുഃഖ ശനിയാഴ്ചയുടെ ഉത്തരം പാതാള പ്രവേശനമാണ്. 23, വിശുദ്ധ പക്കോമിയോസ്. വിശുദ്ധ പക്കോമിയോസിന്റെ ജന്മസ്ഥലം അവിടെ കൊടുത്തിട്ടുണ്ട്. ഈജിപ്തിലെ എസ്നയാണ് അതിന്റെ പക്കോമിയോസിന്റെ നേരെ വരിക. 24, ഒലിവുമല. ഒലിവുമലയുടെ പ്രത്യേകത യേശു സ്വർഗാരോഹണം ചെയ്ത മലയാണ് അല്ലെ. അപ്പൊ സ്വർഗാരോഹണം എന്ന വാക്കാണ് ഒലിവുമലയ്ക്ക് ചേരുക. 25, സഭാവർഷം. സഭാവർഷം ആരംഭിക്കുന്നത് കൂദോശീത്തോ ഞായറാഴ്ചയാണ്. അപ്പൊ കൂദോശീത്തോയാണ്. 25 നേരെ വരിക. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനുള്ള 10 ചോദ്യങ്ങൾ. 26, വിശുദ്ധ കുർബാന സ്ഥാപിച്ച സ്ഥലം. മർക്കോസിന്റെ മാളികയിൽ വെച്ചിട്ടായിരുന്നു അന്ത്യ അത്താഴം ഒരുക്കിയത് അല്ലെ. അവിടെ വെച്ചായിരുന്നു യേശു പെസഹ ആചരിച്ചത്. അവിടെയായിരുന്നു വിശുദ്ധ കുർബാന യേശു സ്ഥാപിച്ചത്. മർക്കോസിന്റെ മാളിക എന്നതാണ് അതിന്റെ ഉത്തരം, അല്ലെ സെഹിയോൻ മാളിക. ഇനിയും 27, ഉയർപ്പിന്റെ സന്തോഷം ശിഷ്യരെ അറിയിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ആർക്ക്? മഗ്ദലന മറിയത്തിനാണ് ആ ഭാഗ്യം ലഭിച്ചത്. 28,
അയ്യാലോൻ താഴ്വരയിൽ വെച്ച് സൂര്യചന്ദ്രന്മാരെ നിശ്ചലമാക്കിയ ആളാര്? യോശുവയാണ് അതിന്റെ ഉത്തരം. 29 ഏഴകളുടെ അമ്മ എന്ന് വിളിക്കപ്പെടുന്നത് ആര്? മദർ തെരേസയാണ് ഏഴകളുടെ അമ്മ എന്ന് വിളിക്കുന്നത്. 30-ാമത്തെ ചോദ്യം, പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ഏത്? പെസഹ പെരുന്നാളാണ് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ. 31-ാമത്തെ ചോദ്യം, ഗത്സമന എന്ന വാക്കിന്റെ അർത്ഥം. എണ്ണയാട്ടുന്ന ചക്ക എന്നാണ് ഗത്സമന എന്ന വാക്കിന്റെ അർത്ഥം. 32 ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് ആര് പറഞ്ഞതാണ്? യോശുവ പറഞ്ഞ വാക്കുകളാണ്. 33 യേശുവിന്റെ കുരിശു ചുമക്കുവാൻ സഹായിച്ച ആളാര്? കുറേനക്കാരൻ ശീമോനാണ് യേശുവിന്റെ കുരിശു ചുമക്കുവാനായിട്ട് സഹായിച്ചത്. 34 സന്യാസിമാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. വിശുദ്ധ അന്തോണിയോസ് ആണ് സന്യാസിമാരുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇനി 35 വിശുദ്ധ പക്കോമിയോസിന്റെ ഓർമ്മദിനം സഭ ആചരിക്കുന്നത് എന്ന്? അദ്ദേഹത്തിന്റെ ഓർമ്മദിനം സഭ ആചരിക്കുന്നത് മെയ് 24-നാണ്. ഇനി 1-2 വാക്യത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 36-ാമത്തെ ചോദ്യം, സഭ വേഗം വളരുവാൻ ഗ്രീക്ക് ഭാഷ എങ്ങനെ സഹായകരമായി? ഗ്രീക്ക് ഭാഷയുടെ വ്യാപനം സഭ വളരെ വേഗം വ്യാപിക്കുന്നതിന് കാരണമായി. അതിന് കാരണം ശിഷ്യന്മാരുടെ പ്രസംഗങ്ങളും സുവിശേഷങ്ങളും ഒക്കെ ഗ്രീക്ക് ഭാഷയിലായിരുന്നത് കൊണ്ടാണ്. 37-ാമത്തെ ചോദ്യം, ഒരു നല്ല സന്യാസിയായി തീരുവാൻ ആവശ്യം വേണ്ട ഗുണങ്ങൾ എന്തൊക്കെ? ഒരു നല്ല സന്യാസിയായി തീരുന്നതിന് അനുസരണം, ദൈവീക സ്നേഹം, ദാരിദ്ര്യം, ബ്രഹ്മചര്യം, ഭക്തി, ഇവയൊക്കെ നല്ല സന്യാസിയായി തീരുവാൻ ആവശ്യം വേണ്ട ഗുണങ്ങളാണ്. ഇനിയും 38-ാമത്തെ ചോദ്യം, കുരിശിൽ എഴുതിയ മേലെഴുത്ത് എന്തായിരുന്നു? ഏതെല്ലാം ഭാഷകളിലാണ് അതിൽ എഴുതിയിരുന്നത്? കുരിശിൽ എഴുതിയിരുന്നത് നസ്രായനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നായിരുന്നു. എബ്രായ, ഗ്രീക്ക്, ലത്തീൻ ഭാഷകളിലായിരുന്നു, 3 ഭാഷകളിലായിരുന്നു ഈ ഒരു എഴുത്ത് കുരിശിന്റെ മുകളിൽ അവർ സ്ഥാപിച്ചിരുന്നത്. ഇനി പ്രാർത്ഥന പൂർത്തിയാക്കുവാനുള്ള ചോദ്യമാണ്. 39-ാമത്തെ ചോദ്യം, ദൈവമേ നിന്റെ കൃപയിൻ പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വ പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കേണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കേണമേ. ഇത് വിശുദ്ധ കുർബാന ക്രമത്തിലെയും വിശുദ്ധ വേദപുസ്തകത്തിലെയും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എഴുതാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത ചോദ്യം ഗീതം പൂർത്തീകരിക്കുവാനുള്ള ചോദ്യമാണ്. അട്ടഹസിക്കുന്നിരുചിറകും കൊട്ടിയവർ നിന്നിട്ടേവം പരിശുദ്ധൻ നീ പരിശുദ്ധൻ പരിശുദ്ധൻ നീ ദൈവസുത പരിശുദ്ധൻ നീ നിൻപക്കൽ നിൻ ബഹുമാനം സ്തുത്യമഹു. അപ്പം ഇത്രയും ഭാഗമാണ് ഈ ചോദ്യപേപ്പറിലുള്ളത്. എല്ലാവരും നന്നായി പഠിച്ച് പരീക്ഷ എഴുതുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.